നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം. അങ്ങനെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഇന്ന് കലിംഗ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങുന്നു. എതിരാളികൾ ഈസ്റ്റ് ബംഗാളാണ്. രാത്രി ഇന്ത്യൻ സമയം 8 മണിക്കാണ് മത്സരം ആരംഭിക്കുക. ബ്ലാസ്റ്റേഴ്സിന് നിരയിൽ ആദ്യ 11 ആരൊക്കെ ഉണ്ടാകും? ഇപ്പോൾ കോച്ച് ഡേവിഡ് കാറ്റല ഇഞ്ചുറി പ്രോബ്ലംസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് സോഫാർ നോ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ടീം റെഡിയാണ്. അമാവിയക്ക് മാത്രമാണ് ചെറിയ പ്രശ്നങ്ങളുള്ളത് എന്നാണ് കോച്ച് പറയുന്നത്. പക്ഷേ സച്ചിനും ചെറിയ ഇഷ്യൂസ് ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പ്ലേയിങ് 11-ൽ 6 വിദേശ താരങ്ങളെ കളിപ്പിക്കാം എന്നുള്ളത് കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് എല്ലാ വിദേശ താരങ്ങളെയും ഇറക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം മുന്നേറ്റത്തിൽ നമുക്ക് ഹിസസ് ഹിമനസും അതുപോലെ തന്നെ പെപ്രയും അവൈലബിൾ ആണ്. വിങ്ങിൽ നോഹിനെ ഇറക്കാം, ലൂണയെ മധ്യനിരയിൽ ഉപയോഗപ്പെടുത്താം. ഡിഫൻസിൽ നമുക്ക് മിലോസിനെയും ലെഗാത്തോറിനെയും ഒരുമിച്ചിറക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു 11 കൊണ്ട് തന്നെ ടീം ഇറങ്ങാനാണ് സാധ്യത. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും. ഗോൾ കീപ്പറായിട്ട് കമാൽജിത്ത്, ഡിഫൻസിൽ മിലോസും ലെഗാത്തോറും, ഇരുപാർശ്വങ്ങളിലായിട്ട് നവോച്ചയും ഐവനും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. മധ്യനിരയിലേക്ക് വരുമ്പോൾ വിപിനും ഡാനിഷും ഉണ്ടാകും. പിന്നെ ലൂണയും നോഹും മുന്നേറ്റങ്ങളെ സഹായിക്കാനുണ്ടാകും. മുന്നേറ്റങ്ങൾ നയിക്കാൻ വേണ്ടി ഹീസസ് ഹിമനസും പെപ്രയും. ഈ തരത്തിലുള്ളൊരു 11 കൊണ്ട് ഇറങ്ങാനാണ് സാധ്യത. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ചിനോട് ചോദിക്കുകയുണ്ടായി 6 വിദേശ താരങ്ങളെ എങ്ങനെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല. എനിക്ക് കൃത്യമായൊരു ധാരണയുണ്ട്, പക്ഷേ 11 നിങ്ങളുമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഏതായാലും വിദേശ താരങ്ങൾ, ഇന്ത്യൻ താരങ്ങൾ എന്നൊന്നുമില്ല. എല്ലാവരും മികച്ച പ്രകടനം നടത്തിയെങ്കിൽ മാത്രമേ വിജയിച്ച് കയറാൻ പറ്റുകയുള്ളൂ. ഈസ്റ്റ് ബംഗാൾ സർവ്വം മറന്നൊരു പോരാട്ടത്തിന് ഇറങ്ങിയാൽ ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ എളുപ്പമാവില്ല. എന്തായാലും ഇന്ന് വിജയത്തുടക്കം കുറിക്കാൻ ഡേവിഡ് കാറ്റലക്കാവട്ടെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.